അപ്പം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. സ്ഥലം എവിടെയെന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി എഴുമങ്ങാട് നടന്ന് 6:20 ഞങ്ങൾക്ക് ബസ് കിട്ടിട്ടോ. 6:20 ബസ് കിട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞാണ്. ഇപ്പോൾ നല്ല തണവല്ലേ, അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാടത്തൊക്കെ മഞ്ഞ് കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി പുഴയുടെ അവിടെ എത്തിയിട്ടോ. പട്ടാമ്പി പാലാണ് പുഴയണത്. പാലത്തുമ്മ കൂടെ ഉണ്ട് ബസ് പോണത്. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി എത്തി. റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ 7:45 ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഭൂരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ടിക്കറ്റൊക്കെ എടുത്തിട്ട്. ഏഴേ മുക്കാലിന് വരേണ്ട ട്രെയിന് 8:20 എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ വേറൊരു ട്രെയിൻ വന്നു. ഇത് ഞങ്ങൾക്ക് പോവാനുള്ളതല്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ, പോസ്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്നു കേട്ടോ. ഞങ്ങൾ പോരുകയാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്, ട്രെയിൻ ലേറ്റ് ആവും. നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ വഴുകി കഴിഞ്ഞാൽ പോവും ചെയ്യും. നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ വരാൻ വഴുകും ചെയ്യും. കുട്ടികൾ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്തായാലും വേണ്ടില്ല, പോവാലോ വിചാരിച്ചിട്ട്. കുറേ ദിവസമായി ഇവർ പറയൽ തുടങ്ങിയിട്ട്. ട്രെയിനിലാണെങ്കിലോ 7:15 ട്രെയിൻ വന്നില്ലല്ലോ. അപ്പം അതിലുള്ള ആൾക്കാരും കൂടി ഈ ട്രെയിനിൽ കയറിയിട്ടോ. കുത്തിത്തിരികിയിട്ട് നിൽക്കാനും കൂടി സ്ഥലമില്ല. അത് ഡോറിൻ്റെ അവിടെ തെല്ലത്താൻ നിൽക്കണത് കേട്ടോ. അത് കാരണം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ. ഞങ്ങൾ പാറപ്പള്ളിക്കാണ് വന്നത് കേട്ടോ. കൊയിലാണ്ടിയാണ് പാറപ്പള്ളി. ആരൊക്കെ പാറപ്പള്ളിക്ക് വന്നോര് വെച്ചാൽ കമൻ്റ് ഇടണേ. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്. അത് 6-7 കൊല്ലമായിട്ടോ. അന്ന് എൻ്റെ ഫാത്തിമാനെ ഞാൻ ഗർഭിണിയായിരുന്നു, 8 മാസമായിരുന്നു. ഇവിടെ നല്ല കയറി ഇറങ്ങാനൊക്കെ ഉണ്ടേ. അന്നൊന്നും അത് കാരണം അങ്ങനെ എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം കൂടി വരണമെന്ന്. അപ്പം മിന്നുവിനെ കൊടുന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ മിന്നുവിന് പരാതിയാണ്, ഇന്നെ കൊണ്ടയില്ല, നിങ്ങൾ മാത്രം പോയി പറഞ്ഞിട്ട്. അപ്പോൾ ആ പരാതിയും കൂടി അങ്ങോട്ട് തീർക്കാലോചിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നിറയെ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിയിട്ട് പോകണം. ഇതുണ്ടോ, ഞങ്ങളിപ്പോൾ പോണതേ പള്ളിയുടെ മുമ്പിൽ തന്നെയാണ്. തന്നെ ഇവിടെ കാൽപ്പാട് കേട്ടോ. അതൊരു ചില്ലിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ നിന്ന് നോക്കുകയാണ് കേട്ടോ. ഫാത്തിമ നിന്ന് നോക്കുക. ഇതാണ് കേട്ടോ പള്ളി.
മെയിൻ പള്ളി ഇതാണ് അതിൻ്റെ മുമ്പിലത്തെ. ഇത് നമ്മൾ സ്ത്രീകൾക്ക് ഒളു എടുക്കാനും കുട്ടികൾക്ക് പാൽ കൊടുക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ നേരത്തെ കാണിച്ചതില്ലേ ആ ഭാഗത്തിട്ടോ. അവിടെ നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ ഖബർസ്ഥാനുകളാട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നിറയെ ഖബറുകളാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. ഇവിടുത്തെ ഇതെന്ന് പറയാൻ ഫുൾ പാറകളും പിന്നെ ഇങ്ങനെ കുറേ കാടുകൾ, കുറേ കുന്നുകൾ, എന്നിട്ട് അതിൻ്റെയൊക്കെ ഇടയിൽ നടുവിലാണ് ഇവിടുത്തെ കടൽ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഉയരം, എന്നിട്ട് കുറേ താഴ്ച, കുറേ പാറകൾ, അതിൻ്റെ മുകളിലൊരു പള്ളി, എന്നിട്ട് അതിൻ്റെ താഴത്താണ് കടൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ യാറങ്ങളൊക്കെ കണ്ട് അത് അവർ പറഞ്ഞു അതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ. അതാണ് ഞാൻ അതൊന്നും പെടുത്താഞ്ഞത്, യാറങ്ങളൊന്നും മക്കബറൊന്നും. അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ അവിടേക്ക് ഇറങ്ങി പോവാട്ടോ, താഴത്തേക്ക്. അവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണേ. അവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇതുള്ളൂ, ഗ്യാപ്പുള്ളൂ, അത് കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോണം. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നടക്കണേ. കടലിൽ പാറകളാണ് ഫുള്ളും. കടൽ അപ്പുറത്ത്, ഇപ്പുറത്ത് പാറ, പിന്നെ കുറേ ഉയരം. ഇതാണ് പാറപ്പള്ളി തന്നെ പേര്. വെള്ളം കണ്ടില്ല, ഒരു കറുത്ത വെള്ളമായിട്ടാണ് കേട്ടോ വരുന്നത്. വേണ്ടോ, ഈ കക്കടെ തോടാണ് ഇതൊക്കെ കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ മക്കളെ, നല്ല വെയിലാണ്. പക്ഷെ കടലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ വെയിൽ അറിയണില്ല, നമുക്ക് വെയിലങ്ങനെ അറിയണില്ല. അവിടെ കാറ്റും ഇതൊക്കെ കാരണം അങ്ങനെ അറിയണില്ല. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. അവരിൽ ഇറങ്ങി കളിക്കാനേ മുത്തുട്ടിയും ഫാത്തിമൊക്കെ ഇറങ്ങണം പറഞ്ഞിട്ട് നിന്നിട്ട് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ അവർ നിന്നിങ്ങനെ തുള്ളി. ഫാത്തിമ ഷൂവൊക്കെ ഇട്ടിട്ടോ വെള്ളത്തൊക്കെ ഇറങ്ങണ്. ഓരോ കുഴിയിലിങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ ഓരോ കക്കകളും ഇതുകളും ഇങ്ങനെ കിടക്കുന്നുണ്ട്, തോടൊക്കെ. നല്ല നിറയെ അങ്ങനത്തെ കക്കളുടെ തോട് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ഞാനിടും. അപ്പം അതിൽ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. ഇതിൻ്റെ ബാക്കിയുണ്ട്.